നമ്മളെല്ലാവരും ഒരുപോലെ നോക്കിക്കാണുന്ന ഒരു ഇവന്റാണ് ഈ വരുന്ന ഫിഫ വേൾഡ് കപ്പ്. അതിൽ റൊണാൾഡോ, നെയ്മർ, മെസ്സി, എംബാപ്പെ ആരാണ് കിരീടം ഉയർത്തുക? ഇനി അല്ലെങ്കിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്യാത്ത വല്ല ജർമ്മനി, സ്പെയിനൊക്കെ അടിപൊളി ടീമാണ്. അപ്പോൾ ഇതിലേത് ടീമായിരിക്കും വേൾഡ് കപ്പ് നേടുക? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പക്ഷെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫിഫ അല്ലെങ്കിൽ ഇനി വേൾഡ് കപ്പ് മുതൽ ഉപയോഗിക്കാൻ പോകുന്ന ചില നിയമങ്ങളാണ്. അത് ഈ വേൾഡ് കപ്പ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു 4 പുതിയ നിയമങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ത്രോ ഇന്നും അതുപോലെ തന്നെ ഗോൾ കിക്കും 5 സെക്കൻഡിനുള്ളിൽ എടുക്കണം എന്നതാണ്. ഓക്കെ, സാധാരണ നമ്മൾ കാണുന്നതാണ് ഗോൾ കീപ്പേഴ്സ് സമയം നീട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ ഇനി മുതൽ അത് പറ്റില്ല. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ത്രോയിന് എടുക്കാൻ അവര് 5 സെക്കൻഡിനുള്ളിൽ ഒരു ത്രോ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ടീമിന് ആ ത്രോ ലഭിക്കും. ഓക്കെ, മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഇനി ഗോൾ കിക്ക് വൈകിപ്പിച്ചാൽ ഓപ്പോസിറ്റ് ടീമിന് അതൊരു കോർണർ കിക്ക് ആയിട്ട് അലോ ചെയ്യും. ഇനി നാലാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അതിൽ 10 സെക്കൻഡിനുള്ളിൽ ആ ഒരു പ്ലെയർ നമ്മുടെ ഗ്രൗണ്ട് വിട്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്ന പ്ലെയർ ഉണ്ടല്ലോ, ആ ഒരു പ്ലെയർ 1 മിനിറ്റ് നമ്മുടെ ഗ്രൗണ്ടിന് പുറത്തിരിക്കും. അതായത് ആ ഒരു സമയത്ത് ആ ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റില്ല, എതിർ ടീമിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള 4 വെറൈറ്റി അല്ലെങ്കിൽ എന്താണ് ഫുട്ബോളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന 4 പുതിയ നിയമങ്ങളാണ് നിലവിൽ ഫുട്ബോളിൽ നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫിഫ വേൾഡ് കപ്പിലായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നിയമങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.